ബഹുമാനമായ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. സ്നേഹമുള്ള അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മുന്നമേ ക്രമീകരിച്ച ഒരു പ്രോഗ്രാമല്ല. ഇന്ന് ഒരു ഫ്രീ ആയിട്ടൊരു ഞായറാഴ്ച കിട്ടിയപ്പോൾ ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് കൂടാം എന്ന് വിചാരിച്ചു, അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് നേരത്തെ അതിനെക്കുറിച്ച് പറവാനോ അറിയിപ്പുകൾ നൽകുവാനോ ഒന്നും സാധിച്ചില്ല. ഇന്ന് രാവിലെയാണ് ഞാൻ അച്ഛനോട് ഞാൻ ഇന്ന് ഇവിടെയാണ് ആരാധന കൂടുന്നത് എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വളരെ സന്തോഷം, സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അത് അച്ഛൻ പറഞ്ഞതുപോലെ 7:30 അന്നേരം സമയം. ഇവിടെ 8 മണിക്കാണ് ആരാധന. വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തതിന് പ്രത്യേകിച്ച് അച്ഛനോടും നിങ്ങളോട് എല്ലാവരോടുള്ള നിങ്ങളുടെ കുടുംബമായിട്ടുള്ള നന്ദി സ്നേഹസമയത്ത് അറിയിക്കട്ടെ. ബഹുമാനമുള്ള അച്ഛൻ, കൊച്ചമ്മ, മക്കൾ, ഇത്രയും ബഹുമാനരായ സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, ഡയസിസൻ കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ട കപ്പിയാരച്ചൻ, ഓഡിറ്റർ, മറ്റ് ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ആരാധന പങ്കെടുക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്നേഹവന്ദനം ഈ സമയത്ത് അറിയിക്കും. നോമ്പിൽ ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതിനാൽ നമുക്ക് ഈ ദിവസം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ആചരിക്കുകയും അനുഗ്രഹിക്കപ്പെട്ടവരായി നമുക്ക് കടന്നു പോവുകയും ചെയ്യാം. ഏതാനും നാളുകളായി ഞാനിവിടെ വന്നിട്ട്, എന്നാൽ അന്ന് പോയതിന് ശേഷം ദേശത്ത് ഭയങ്കരമായിട്ടുള്ള ധാരാളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഒത്തിരി ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇവിടെ നിന്നുള്ള വളവിൻ്റെ അവിടെ നിന്നുള്ള റോഡാണ്. അത് വളരെ മനോഹരമായി ടാർ ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. കോൺക്രീറ്റും ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. യാത്ര വളരെ സുഗമമായി എളുപ്പമായി തീർന്നിരിക്കും. മറ്റ് ധാരാളം കെട്ടിടങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയും വരുന്ന വഴിയിലൊക്കെയും വാഗമണ്ണ് കേന്ദ്രീകരിച്ച് ഉണ്ട്. ടൂറിസം മേഖല എന്നുള്ള നിലയിൽ അത് ആദായകരമാക്കി തീർക്കാൻ ഉള്ള പരിശ്രമത്തിൻ്റെ ഫലമായി എല്ലാ ജനങ്ങളും മുന്നിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് വരുന്നത് വളരെ വളരെ സന്തോഷമാണ്. നിങ്ങൾക്കതെങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം നിങ്ങളെപ്പോഴും തേയിലയൊക്കെ കാണുന്ന കാരണം അത്രയൊക്കെ തോന്നുന്നില്ല. ഞങ്ങൾ താഴേന്ന് വരുമ്പോൾ അതുപോലെ ഈ ഹൈറേഞ്ചിൻ്റെ എസ്റ്റേറ്റ് മേഖല അല്ലാതുള്ള മേഖലയിൽ നിന്ന് വരുന്ന എല്ലാവർക്കും വളരെ സന്തോഷമാണ് ഈ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ. തീർച്ചയായിട്ടും ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാവുന്നല്ലോ നമ്മളിവിടെ വന്നത്, നമുക്കിവിടെ ഒരു ആലയമുണ്ടായത്. അതുകൊണ്ട് എസ്റ്റേറ്റുമായിട്ടാണ് നമ്മുടെ ജീവിതം കൂടുതലായി നിൽക്കുന്നത്. ഒരുപക്ഷെ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും തൊഴിലവസരങ്ങൾ നമുക്ക് അവിടെ ഇല്ലായിരിക്കാം, എങ്കിലും അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എസ്റ്റേറ്റിൻ്റെ ആരംഭകാലം തൊട്ടുള്ള അതിൻ്റെ ഉടമസ്ഥരെയും അതിൻ്റെ മാനേജർമാർ, സൂപ്രണ്ടുമാരങ്ങനെ അതിന് പ്രധാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. AVT കമ്പനി, അവരോട് ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായ സ്കൂള് അവർ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ദേവാലയം അതിൻ്റെ പരിസരങ്ങളൊക്കെയും അവരുമായി ബന്ധപ്പെട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുമായുള്ള ബന്ധത്തിലാണ് അത് ചെയ്തുകൊണ്ട് മുൻകാലങ്ങളിലും ഇരുന്നത്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. നാട് പുരോഗമിക്കുമ്പോൾ, ദേശം പുരോഗമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളും നമ്മുടെ വീടുകളൊക്കെ എന്ത് ചെയ്യണം? പുരോഗമിക്കണം. വീടുകൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ വീടുകൾ. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് പുതുവയിലൊക്കെ വാങ്ങി പല ആൾക്കാരും സ്വന്തമായി വീടുകൾ വെച്ചിട്ടുണ്ട്, മനോഹരമായ വീടുകൾ വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിൽ താമസിക്കുന്ന എസ്റ്റേറ്റുമായുള്ള ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ താമസിക്കുന്നവരും ഒരുപക്ഷെ കണ്ടേക്കാം. അങ്ങനെ എനിക്ക് ഇവിടെ കൂടുതൽ വീടുകളൊന്നും വിസിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതും വളരെ അനുഗ്രഹമായിരിക്കട്ടെ. പുരോഗതി അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ തലമുറകളിലും അതുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ പലരും അവർ വിദ്യാഭ്യാസം നേടി ഇവിടെയും അല്ലെങ്കിൽ മറ്റ് പല ദേശങ്ങളിലായി അവരായിരിക്കുന്നു. അവർ ആയിരിക്കുന്നിടങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ ഒരു കാലത്ത് എസ്റ്റേറ്റ് ജോലി എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്.
ഇന്ന് അത്രയും ഒരു ഡിമാൻഡ് ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ഈ എസ്റ്റേറ്റുകളുടെ ഭംഗിയായിട്ടുള്ള നടത്തിപ്പ് എല്ലാ എസ്റ്റേറ്റും ഇല്ലാത്തതുകൊണ്ട്, പല എസ്റ്റേറ്റുകളും അടഞ്ഞു കിടക്കുന്നതുകൊണ്ടും അത് അങ്ങനെ അതിനോടൊരു മടുപ്പ് നമ്മുടെ മക്കൾക്ക്, സഭാ മക്കൾക്ക് ഈ എസ്റ്റേറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവെ പറയുമ്പോൾ ഉണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ എസ്റ്റേറ്റുകൾ, അങ്ങനെ ഏതാനും എസ്റ്റേറ്റുകൾ മുമ്പോട്ട് പോകുന്നു. അവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിലെ കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ ജോലി, തോട്ടം മേഖലയിലുള്ള കഷ്ടപ്പാടുകൾ മക്കൾ അനുഭവിക്കരുതെന്ന് വിചാരിച്ച് നമ്മുടെ മക്കളെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, നമ്മൾ എസ്റ്റേറ്റിൽ ജോലിക്ക് റെക്കമെൻഡ് ചെയ്യാറില്ല. ഇപ്പോൾ പകരം അവർ മറ്റ് മേഖലകളിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സഭാമക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എന്നിരുന്നാലും ഈ സെൻറ് തോമസ് ഇടവക വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എസ്റ്റേറ്റുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലാതെയും അതിന് ചുറ്റുപാടുള്ള ആളുകളൊക്കെയും നമ്മുടെ ആലയങ്ങളിൽ, എസ്റ്റേറ്റ് മേഖലയുള്ള ആലയങ്ങളിൽ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ ഈ സഭ സ്ഥാപിതമായ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ആ ഒരു ദൈവത്തിൻ്റെ നടത്തിപ്പുകൾ നമ്മൾ ഓർക്കുമ്പോൾ വളരെ വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം വഴിനടത്തിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന കാര്യങ്ങൾ, പാഴ്സനേജ് ആണെങ്കിലും ദേവാലയമാണെങ്കിലും അതൊക്കെയും തീർച്ചയായിട്ടും സഭാമക്കളുടെ അകമഴിഞ്ഞുള്ള ഒരു സഹകരണത്തിൻ്റെ, പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അത് ഇനിയും അങ്ങനെ വേണം. കാരണം ഈ ദേവാലയത്തെക്കുറിച്ച് അത് പുനർനിർമ്മിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശയങ്ങളും കാര്യങ്ങളും പ്ലാനുകളും പദ്ധതികളെല്ലാം തയ്യാറാക്കി അവിടെ ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നുവല്ലോ. തീർച്ചയായിട്ടും അത് സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു 60 വർഷം കഴിഞ്ഞു. ഈ പള്ളി ഉണ്ടായിട്ടാണോ എന്ന് എനിക്ക് കൃത്യം അറിയത്തില്ല. അതാ സഭയുടെ സ്ഥാപിത 1963 ഇത് സ്ഥാപിതമായത്. ഈ പള്ളി ഉണ്ടായതാണോ അതോ ആരാണ്? ഈ പള്ളി ഉണ്ടായിട്ട് അത്രയും വർഷങ്ങളായി. 60 വർഷത്തിൻ്റെ പഴക്കം എന്ന് പറയുമ്പോൾ ഒരു നല്ല പഴക്കമാണ്. തീർച്ചയായിട്ടും അന്നത്തെ ആ പണിയുടെ ഒരു മെച്ചം കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് പോരാ, കുറച്ചുകൂടെ എന്ത് ചെയ്യണം, ഭംഗിയാക്കണം എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ചുറ്റുപാടുമുള്ള പള്ളികൾ, പുതുതായിട്ടുള്ള പള്ളികൾ എന്ത് ചെയ്യുന്നു, പഴയ പള്ളികളെല്ലാം പുതുക്കി പുതിയ പള്ളികൾ പണിതിട്ടുണ്ട്. അത് വളരെ മനോഹരമായിരിക്കുന്നു, ബലവത്തായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കും ഒരു ദേവാലയം ഉണ്ടാക്കണം എന്ന ഒരു ചിന്ത സഭാമക്കളിൽ ഉണ്ടായി. അതിനുള്ള പ്രാരംഭ നടപടികളും കളക്ഷനൊക്കെയും നടന്നുകൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്, പള്ളിപ്പണിക്ക് എവിടം വരെ ആയെന്ന് ചോദിച്ചു. കാരണം ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലിരുന്നു, ഇങ്ങനെ പള്ളി പണിയണം, അതിന് ഇതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പള്ളി പണിക്കുള്ള കളക്ഷനൊക്കെ നടന്നു. പള്ളി പൊളിച്ചോ? പള്ളി പൊളിച്ചൊന്നുമില്ല, പള്ളിയുടെ അതിനുള്ള ഫണ്ട് കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഫണ്ട് കളക്ഷൻ? ഓരോ വീടിനും അതിന് തുകയൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു 40,000 രൂപയാണ് ഒരു വീടിനുള്ള തുകയെന്ന്. ഞാൻ മാസം പറഞ്ഞ ഞെട്ടിപ്പോയി. 40,000 രൂപ ഒരു വീട് ഇട്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര ഒരു ഭഗീരഥ പ്രയത്നമായിരിക്കും അല്ലേ? നമ്മൾ മനഃപൂർവ്വം ശ്രമിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും റേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ 40,000 രൂപയൊക്കെ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന ഏതാനും ആളുകൾ കണ്ടേക്കാം, കൊടുത്തിട്ടുണ്ടാവാം. എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അത് ഒറ്റയടിക്കോ രണ്ടായിട്ടോ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തവണയായിട്ട് കൊടുത്ത് ആ ടാർഗറ്റ് എത്തുന്നിടം വരെ നമ്മൾ കൊടുക്കണം. എൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ 40,000 രൂപ വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല, അവർ ഈ പ്ലാൻ തയ്യാറാക്കിയപ്പം വെച്ചിരിക്കുന്ന തുകയാണോ, ഇത് കളക്ട് ചെയ്ത് വരുമ്പോൾ അത് എത്ര വർഷം പോകും എന്നുള്ളതുകൊണ്ട് അന്ന് ഈ എസ്റ്റിമേറ്റ് നിൽക്കുക എന്നുള്ള സംഗതികളുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ കൂടി എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സാധനങ്ങളുടെ വിലകളും അതുപോലെ തന്നെ പണിക്കൂലികളെല്ലാം വളരെ വർദ്ധിച്ചാണ് ഇരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ ആ വലിയ ഉദ്യമത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. തിരുവചനം വായിക്കുമ്പോൾ അതിനകത്തൊക്കെയും ആലയ നിർമ്മിതിയെല്ലാം വളരെ ജനങ്ങളുടെ വളരെ വളരെ ശുഷ്കാന്തിയോടുള്ള മനഃപൂർവ്വമുള്ള ദാനങ്ങളോടെയാണ് അത് സംഭവിച്ചതല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായി തീർന്നത് എന്ന് കാണുവാൻ സാധിക്കും. യെരുശലേം ദേവാലയം പണിതിനെ കുറിച്ച്, അതിന് ദാവീദ് രാജാവ് അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്തതിനെ കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. എന്തുമാത്രം കാര്യങ്ങളാണ് പറയുന്നുണ്ട്. അദ്ദേഹം അത് മറ്റുള്ള ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ചത് കൂട്ടാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്തിൽ നിന്നും അതിനു വേണ്ടി കൊടുത്തിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സലോമൻ രാജാവ്
ദേവാലയം പണിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ദാവീദ് രാജു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും കാണുന്നതിനെയും കാണപ്പെടാത്തതിനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് അത് ഏറ്റവും മഹത്വപൂർണ്ണമായിരിക്കണം. ഇതുപോലൊരു ആലയം വേറെ ഉണ്ടാകാൻ പാടില്ല, അത്രയും മഹത്വപൂർണ്ണമായിരിക്കണം എന്നാണ് ദാവീദ് രാജാവ് പറഞ്ഞത്. സലോമോൻ രാജാവിനോട് അത് അങ്ങനെ തന്നെ, മകനോട് അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് സലോമോൻ രാജാവ് അതുപോലെ തന്നെ ചെയ്തിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനും, ദേവാലയത്തിന് ഉള്ളു മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. പൊന്നുകൊണ്ട് പൊതിഞ്ഞിട്ട് രത്നങ്ങൾ അവിടെ പതിച്ചിരുന്നു എന്നാണ് എൻ്റെ കൃത്യം പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാം രത്നങ്ങളാണ് അവിടെ പതിപ്പിച്ചിരുന്നത്. ദേവദാരു വൃക്ഷങ്ങൾ അതിനുപയോഗിച്ചിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ കയറിയാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നാം അത്രയും മഹത്വത്തോടെ പണിതാം. അതുപോലെ, കാരണം ദൈവം അത്രയും മഹത്വപൂർണ്ണനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയം എങ്ങനെ ഇരിക്കണം, അതുപോലെ മഹത്വപൂർണ്ണമായിരിക്കണം എന്ന് നിർബന്ധമുള്ളതായി ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവം കൊടുത്ത മാതൃക അനുസരിച്ച്, കാണിച്ച മാതൃക അനുസരിച്ച്, മനുഷ്യൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ അതിന് വേണം എന്ന് മനസ്സിലാക്കി അത് ചെയ്തു ദാവീദ് രാജാവും അതോടൊപ്പം തന്നെ മകൻ സലോമോൻ രാജാവും. അവിടെ പറഞ്ഞിരിക്കുന്നത് വെള്ളി കല്ല് പോലെയായിരുന്നു. അവിടെ സലോമോൻ രാജാവിൻ്റെ കാലത്ത് വെള്ളി കല്ല് പോലെയായിരുന്നു. പറഞ്ഞാൽ അത്ര ഒരു വിലയില്ലായിരുന്നു. അവിടെ വിലയുണ്ടായിരുന്നത് രത്നങ്ങൾക്കും തങ്കത്തിനും സ്വർണത്തിനും മാത്രമേ ഏതെങ്കിലും അളവ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഒന്നിനും അങ്ങനെ പ്രത്യേകിച്ച് അളക്കാനായിട്ട് പറ്റിയിരുന്നില്ല. കല്ല് പോലെയാണ്, എവിടെ നോക്കിയാലും അത്. ദേവദാരു എന്ന് പറയുന്ന വൃക്ഷം കാട്ടത്തി പോലെ അവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ അത്രയും അത് സംഭരിച്ചു വെച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതങ്ങനെ കാരണം അത് അവരാരാധിച്ച ആ ദൈവത്തിൻ്റെ മഹത്വപൂർണ്ണനായ ദൈവത്തെ ആരാധിപ്പാൻ മഹത്വമുള്ള ആലയം ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയാണ് എന്ന് നമ്മൾ മറന്നുപോകും. ഓക്കെ, നമ്മൾ ആരാധിക്കുന്നത് ഏത് ദൈവത്തെയാ? ഇസ്രായേൽ മക്കൾ ആരാധിച്ച ആ ദൈവത്തെയാണോ? സലോമൻ രാജാവ് പണിത ആലയത്തിൽ വസിച്ച ആ ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുന്നത്? അതെ, ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്, അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ മഹത്വമേറിയ മഹത്വപൂർണനായ സകലത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എന്നെ നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അതേ ദൈവത്തെ തന്നെയാണ് ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ക്രിസ്തുവിലൂടെ. എങ്ങനെ? ക്രിസ്തുവിലൂടെ, യേശുവിലൂടെ. യേശുവാണ് ആ കർത്താവിനെ, ആ ദൈവത്തെ, മഹത്വപൂർണനായ ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്ന ആരാണ്? യേശുവാണ്. യേശുവിലൂടെയാണ് അത് സാധ്യമായി തീർന്നത്. അങ്ങനെയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വന്നത്, അല്ലേ? അപ്പോൾ ക്രിസ്ത്യാനികളാകുന്ന നമുക്ക് യേശുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷണ്യ പദ്ധതിയിലൂടെ ഈ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആലയങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കണം? എങ്ങനെ ഉണ്ടായിരിക്കണം? അതേ ദൈവത്തെ തന്നെയാണെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കണം, അല്ലേ? ഓക്കെ, ഇവിടെ ഹൈറേഞ്ചിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് എസ്റ്റേറ്റ് മേഖലയിലെ പള്ളികളൊക്കെ അത് എത്ര ചെറുതാണെങ്കിലും വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും സൂക്ഷിക്കുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ പ്രത്യേകമായി അത് ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യും. പള്ളിയുടെ ഉള്ളിലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് അത് വളരെ ദൃശ്യമാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ കാണാറില്ല. ഒരുപക്ഷെ ആലയത്തെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരിക്കാം. നമ്മൾ ദേവാലയങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ ഭംഗിയായി സൂക്ഷിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ വീട് ഒരുപക്ഷെ അത്രമാത്രം അല്ലെങ്കിലും, നമ്മുടെ വസ്ത്രങ്ങൾ അത്രമാത്രം അല്ലെങ്കിലും, നമുക്ക് അത്രമാത്രം വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും, നമ്മൾ ആരാധിക്കുന്ന മഹത്വപൂർണനായ ദൈവത്തിൻ്റെ ആലയം അത് മഹത്വത്തിൽ, മനോഹാരിതയിൽ, ഭംഗിയിൽ ഒട്ടും കുറയരുത് എന്ന് നമുക്ക് നിശ്ചയമുണ്ട്. അത് നല്ലൊരു ചിന്തയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അതിനുവേണ്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എന്ത് ചെയ്യണം? കളക്ഷൻ കുറച്ചുകൂടെ എന്ത് ചെയ്യണം? കൂട്ടണം. പ്രാർത്ഥനാപൂർവ്വം എന്ത് ചെയ്യണം? അത് കൊടുക്കണം. ഇവിടെ നമ്മൾ വേദഭാഗമായിട്ട് വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32-ാം വാക്യം. സകലവും അവർക്ക് പൊതുവായിരുന്നു.
അപ്പോസ്തലന്മാർ 33 അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ അതിമനോഹരമായ പ്രഭാതത്തിനായി നന്ദിയുടെ സ്തോത്രം. അങ്ങയുടെ ആലയത്തിൽ അങ്ങേ ആരാധനപ്പാടി ഞങ്ങൾ ഒരുമിച്ച് വന്നിരിക്കും. സഹായിക്കണം. വചന കേൾവിക്കാട്ട് ഒരുങ്ങുന്നു വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയും പറയുന്നതിനപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്തെടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നതോടെ കേൾക്കണമേ. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായ തനിക്കുള്ളത് ഒന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. സഭയുടെ തുടക്കം അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തല പ്രവർത്തികളിൽ വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ദൂതന്മാർ നൽകിയ ആ ഒരു വാഗ്ദത്തം ഇതായിരുന്നു: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തന്നെ എന്ത് ചെയ്യും? വീണ്ടും വരും. പോയതുപോലെ തന്നെ വീണ്ടും വരും എന്നുള്ള ആ ഒരു വാർത്ത അവർ അങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്തു എടുക്കുകയും യേശു ഉടനെ തന്നെ തിരിച്ചു വരും എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവരെ യേശുവിൻ്റെ വരവിന് വേണ്ടി എന്ത് ചെയ്തു? വളരെ ശ്രദ്ധയോടെ കാത്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു കൂട്ടം പരിശുദ്ധാത്മാവിൻ്റെ വരവിന് ശേഷം അവരെ ഒരുമിച്ച് ദൂരസ്ഥലങ്ങളിലൊന്നും കൂടുതലായിട്ട് പോകാതെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാവരും ഇങ്ങനെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എത്ര ദിവസം ഇരിക്കാൻ പറ്റും? എത്ര ദിവസം ഇരിക്കാം? ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം? 3 ദിവസം 4 ദിവസമൊക്കെ ആണെങ്കിൽ ആൾക്കാർ കുറച്ച് പേര് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും അല്ലേ? നമുക്ക് ഇവിടെ ഇരുന്നാൽ മാത്രം പോരാ. പിന്നെ എന്ത് ചെയ്യണം? ഭക്ഷിപ്പാൻ ആഹാരം വേണം അല്ലേ? കാശ് വേണം. അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ വരും. അങ്ങനെ പോകുന്നു. എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അവർ പോകുന്നു, അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നു അല്ലേ? അങ്ങനെ വന്നപ്പോൾ പിന്നെയും എന്ത് ചെയ്യുന്നു? പിന്നെയും പ്രശ്നമുണ്ട്. പിന്നെ പ്രശ്നം എവിടെയാ? ഭക്ഷണം കഴിക്കും അല്ലേ? അവിടെ ഇവിടെ സ്വത്തുക്കളെല്ലാം എന്ത് ചെയ്തു? വിറ്റു. സ്വത്ത് വിറ്റു. സ്വത്ത് എന്തിനാ വിറ്റ്? കർത്താവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാം കൂടെ ഇങ്ങോട്ട് പോകും, കർത്താവിൻ്റെ കൂടെ പോകും. പിന്നെ ഈ ഭൂമിയിലുള്ള ആവശ്യമുണ്ട് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്തേക്കാം? എല്ലാം കൊടുത്ത് ആ പൈസയും മേടിച്ചെന്ത് ചെയ്യും? അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷമായി അവരെ ദേവാലയത്തിലും അങ്ങനെ കൂടി വരുന്ന എവിടെയാണോ അവിടെ എല്ലാം ഇരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നു? എന്തെല്ലാം വിൽക്കാമോ അതെല്ലാം വിറ്റെന്ത് ചെയ്യുന്നു? അവർ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കും. അവരെന്ത് ചെയ്യും? അതവർ വിധിക്കും. അങ്ങനെ ആയിരുന്നത് കൊണ്ട് മുട്ടുള്ളവരാരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്ത് ചെയ്യായിരുന്നു? ആരുടെ സ്വത്ത് വിട്ടാലും എന്ത് ചെയ്യും? എല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെക്കും. ഭയങ്കരമായ സോഷ്യലിസം അല്ലേ? കൊണ്ടുവന്ന് വെച്ചിട്ട് അവരൊക്കെ വിധിക്കുകയാണ് ചെയ്യും. അത് ഒത്തിരി നാൾ പോയില്ല എന്നാണ് പിന്നീടുള്ള ചരിത്രം നമ്മൾ വായിക്കുന്നത് മനസ്സിലാക്കുക അല്ലേ? അവർ ആ ദൂതന്മാരുടെ വാഗ്ദത്തത്തിൻ്റെ പൊരുൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതിരുന്നതുകൊണ്ട് എന്ത് ചെയ്തു? അതങ്ങനെ ചെയ്തു. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവർ ആയിരിക്കണം. നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം. നിങ്ങൾ അധ്വാനിക്കണം. നിങ്ങൾ വേല ചെയ്യണം. വേല ചെയ്യാൻ മടിയുള്ളവൻ എന്ത് ചെയ്യരുത്? കേട്ടിട്ടുണ്ടോ വാക്യം? വേല ചെയ്യാൻ മടിയുള്ളവൻ തിന്നരുത്. അവന് ഭക്ഷിപ്പാൻ യോഗ്യതയില്ല. വേല ചെയ്യാത്തവന് ഭക്ഷിപ്പാൻ യോഗ്യതയില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? വേല ചെയ്യണം. അപ്പോൾ വേല ചെയ്യാത്തതിൻ്റെ കാരണം അതിനോട് ചേർത്ത്
മറ്റു ഭാഗങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, കർത്താവ് ഇപ്പം വരും എന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ ബേജാറാകരുത്. ബേജാറാകുന്ന വാക്കില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ഇളകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് വരും നിശ്ചയം, കർത്താവ് വരും നിശ്ചയം. പക്ഷെ സമയം എന്ത് ചെയ്തിട്ടില്ല, സമയം വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം. പക്ഷേ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ജോലി കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം, പ്രവർത്തിക്കണം, അധ്വാനിക്കണം. അധ്വാനിക്കാതിരിക്കരുത്. ദൈവമക്കൾ അധ്വാനിക്കണം, വേല ചെയ്യണം, നല്ല ബുദ്ധിയോടെ എന്ത് ചെയ്യണം, പെരുമാറണം എന്നൊക്കെയും പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ അതിനെ തർജ്ജനം ചെയ്യുകയും അതിനുവേണ്ടി ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ചിന്താഗതികൾ എന്ത് ചെയ്തു, മാറ്റം വന്നായിട്ട് കാണാൻ സാധിക്കും. ആ മാറ്റം വന്ന ചിന്താഗതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, കർത്താവ് വന്നിട്ടില്ല, കർത്താവ് വരും. കർത്താവ് വന്നിട്ടില്ല, എന്ത് ചെയ്യും, കർത്താവ് വരും. അപ്പോൾ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ആ കർത്താവ് ആ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ വീണ്ടും വരും. വീണ്ടും വരവിനും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിനും വീണ്ടും വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് ഈ കാലഘട്ടം. അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും ദൈവത്തിന് അതിന് പ്രത്യേകമായ നിശ്ചയമുണ്ട്. എന്നാണ് വരേണ്ടത്, എന്നാണ് വിശ്വാസ സമൂഹത്തെ ചേർക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും കർത്താവിന് വളരെ നിശ്ചയമുണ്ട്. അതുവരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, വളരെ വിശ്വസ്തയോടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് വേദോസം നമുക്ക് നൽകുന്ന ഉപദേശം എന്ന് മറന്നു പോകരുത്. ഇവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഇത് നോമ്പിൻ്റെ കാലഘട്ടമാണല്ലോ, അതിലൂടെ വായിച്ചു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. ഏകഹൃദയവും ഏക മനസ്സും. ഒറ്റ ഹൃദയമാണ്, ഒറ്റ മനസ്സാണ്, വേറെ ഒന്നുമില്ല. വ്യത്യാസമേ അവിടെ ഇല്ലല്ലേ. അത് അന്നത്തെ കാര്യമാണ് പറഞ്ഞത്. ആ സഭയുടെ തുടർച്ചയാണ് ഇന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കൊറ്റ ഹൃദയമാണോ? അതെങ്ങനെ തിരുമേനി ശരിയാകും? നിങ്ങൾ എല്ലാവരും ഒറ്റ ഹൃദയമാണ്, പിന്നെ എന്താ ചെയ്യുമല്ലേ. ഓക്കെ പോട്ടെ, മനസ്സൊറ്റ മനസ്സാണോ? അതെങ്ങനെ തിരുമേനി അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അന്നത്തെ നമ്മളൊരു വളരെ വളരെ എന്ത് ചെയ്തു പോയി, മാറിപ്പോയി അല്ലേ, മാറിപ്പോയി. നമുക്ക് ഏകഹൃദയവും ഇല്ല, പിന്നെ ഏക മനസ്സും ഇല്ല. നമുക്ക് പല പല മനസ്സുകളാണ് അല്ലേ. പലർക്കും എന്തില്ല, മനസ്സേ ഇല്ല. മനസ്സിലെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് മനസ്സില്ല, പള്ളിയിൽ പോകാൻ മനസ്സില്ല, വേദോസം വായിക്കാൻ മനസ്സില്ല, പ്രാർത്ഥിക്കാൻ മനസ്സില്ല, ജോലിക്ക് പോകാൻ മനസ്സില്ല. പിള്ളേർ പറയുന്ന വാക്കല്ല, ഒരുവിധമൊക്കെ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് മനസ്സില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്നാണ് പറഞ്ഞല്ലേ. കർത്താവ് പറഞ്ഞു എനിക്ക് മനസ്സുണ്ടെന്നാണ് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, രോഗി വന്ന് പറഞ്ഞു, ഗുരു, കുഷ്ഠരോഗികൾ പറയുന്നതാണ്, ഗുരു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. യേശു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാം. മനസ്സുണ്ട്, ശുദ്ധമാകാം. നമ്മൾ പറയുന്നത് എന്താ, എനിക്ക് മനസ്സില്ല. വളരെ വളരെ വ്യത്യാസങ്ങളാണ് അല്ലേ. നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതൊക്കെ ചിന്തിക്കണം. എന്തെല്ലാം കാര്യത്തിനാണ് മനസ്സില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, എന്തെല്ലാം കാര്യത്തിനാണ് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് മനസ്സില്ല നമ്മൾ പറയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് ആദിമസഭയുടെ ഒരു സ്വഭാവമായിരുന്നു, ആ ഒരു ഏകഹൃദയവും ഏക മനസ്സും ഏകാഭിപ്രായവും എന്നുള്ളത്. ഏതൊരു കാര്യത്തിനാണ് അവർക്ക് ഏകഹൃദയം ഉണ്ടായിരുന്നത്? കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ അവർക്ക് ഏകഹൃദയമുണ്ടായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചിരിപ്പാൻ അവർക്ക് ഏക മനസ്സുണ്ടായിരുന്നു. അവരെ അത് ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോമ്പിൻ്റെ കാലഘട്ടങ്ങളിലുള്ള വാക്യങ്ങളുടെ ഇത് പറഞ്ഞു. ഇവിടെ സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ചപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, അവിടെ യേശു ദേവാലയത്തിൽ പോയി, സബത്തിൽ ദേവാലയത്തിൽ പോയി. ദേവാലയത്തിൽ പോയി അവിടെ ഒരു പ്രവൃത്തി യേശു ചെയ്തു. ഒരു സ്ത്രീയെ എന്ത് ചെയ്തു? കൂനിയായ സ്ത്രീയെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. അത് ആർക്കിഷ്ടപ്പെട്ടില്ല? പള്ളിപ്രമാണിക്ക് അതത്ര, നമ്മുടെ സാധാരണ ഭാഷ പറഞ്ഞാൽ സുഖിച്ചില്ല, നീരസപ്പെട്ടു എന്നാണ്. നീരസപ്പെട്ടു പറഞ്ഞ പ്രകാരമാണ്. ഇതൊരു അധ്വാനമായിട്ടാണ് എന്ത് ചെയ്തത്? പള്ളിപ്രമാണി കരുതി അല്ലെങ്കിൽ കണക്കാക്കി.
അതുകൊണ്ട് പറഞ്ഞു വേല ചെയ്യാൻ എത്ര ദിവസമുണ്ട്? വേല ചെയ്യാൻ 6 ദിവസമുണ്ട്. അത് ഏത് പ്രമാണമാണ്? 6 ദിവസം അധ്വാനിച്ച് വേലയൊക്കെ ചെയ്യണം, 7-ാം ദിവസം എന്ത് ചെയ്യണം? സ്വസ്ഥമായിരിക്കണം. 6 ദിവസം അധ്വാനിച്ച് വേല ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ഇവിടെ പള്ളിപ്രമാണി പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞത്, പ്രമാണമാണ് പറഞ്ഞത്. 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. 6 ദിവസം നീ വന്ന് എന്ത് ചെയ്യോ? രോഗികളെ സൗഖ്യമാക്കുകയോ കൂനികളെ നോത്തുവോ കുഷ്ഠരോഗി സൗഖ്യം എന്ത് വേണമെങ്കിലും ചെയ്ത് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ശബത്തിൽ മാത്രം വരരുത്. ശബത്തിൽ എന്തിനുള്ളതാണ്? ദൈവാലയത്തിൽ വരാനും ദൈവത്തെ ആരാധിക്കാനുള്ള കാര്യമാണ്. അന്ന് വേറെ ഒരു ജോലിയും ചെയ്തു. അദ്ദേഹം ഇതൊരു ജോലിയായിട്ട് എന്ത് ചെയ്ത് കണ്ടു. ഒരു അതിൻ്റെ പ്രാധാന്യത്തെ എന്ത് ചെയ്ത് അത് മനസ്സിലാക്കി. ഉടനെ യേശു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? അവരെ വിളിച്ച പേരെന്നാന്നറിയാമോ? കപടഭക്തിക്കാരൻ. കപടഭക്തിക്കാരൻ. ആരാ? പള്ളി വരാത്തവരാണോ? പള്ളി വരാത്തവരാണോ? പള്ളി വരാത്തവരല്ല, പള്ളി കയറാത്തവരുമല്ല. പള്ളിയിൽ സ്ഥിരമായിട്ട് വരികയും ഓരോരോ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ആരാ? കപടഭക്തിക്കാർ. ഭക്തിക്കാരല്ല, കപടഭക്തിക്കാർ. ശ്രദ്ധിക്കണം. നോമ്പുകാലമാണ്. നമ്മൾ ഈ കൂട്ടത്തിൽ എങ്ങനെയാണ്? നമ്മുടെ ഭക്തി കപടഭക്തിയാണോ? കപടഭക്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭക്തി ഉണ്ടെന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥ ഭക്തി ഇല്ല. ഭക്തിക്കനുസരണമായ പ്രവൃത്തിയില്ലാത്ത ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? കപടഭക്തിക്കാരെന്ന് പറയുന്നത്. ഭക്തി ഉണ്ടെന്ന് പറയും, അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന് പകരം അതില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് കപടഭക്തിക്കാരെന്ന് പറയുന്നത്. ഇവിടെ പ്രമാണം പറയുന്നു എന്ന് പറഞ്ഞ് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് പറഞ്ഞുകൊണ്ട് ശബത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് വേണ്ട രീതിയിൽ അറിയത്തില്ലാത്ത പള്ളിപ്രമാണി യേശു ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് ചെയ്തു പോയി? ഉത്തരം പറയാനില്ലായിരുന്നു. ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ശബത്ത് ദിവസങ്ങളിൽ നിങ്ങളുടെ കാളകളെ, നിങ്ങളുടെ മൃഗങ്ങളെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. നിങ്ങളുടെ ഒരു മൃഗം ഒരു കിണറ്റിൽ പോയാൽ അല്ലെങ്കിൽ ഒരു കുഴിയിൽ വീണാൽ അത് ശബത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ രക്ഷിക്കത്തില്ലേ? രക്ഷിക്കും. അതൊന്നും ജോലിയല്ലേ, പ്രവൃത്തിയല്ലേ? അങ്ങനെ ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അതൊരു നന്മ പ്രവൃത്തിയാണ്, അതൊരു നന്മ പ്രവൃത്തിയാണ്. അത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ചിരുന്ന ഈ അബ്രഹാമിൻ്റെ മകൾക്ക് ഞാൻ അവളെ കെട്ടഴിച്ചു വിട്ടെങ്കിൽ അതിലെന്താണ്? ശബത്തിൽ എന്ത് ചെയ്യുക? ശബത്തിൽ നന്മ ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് യേശു അവിടെ പഠിപ്പിച്ചു. പ്രമാണങ്ങളെ അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ദൈവനാമ മൗത്വത്തിനല്ലാതെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന ആ പ്രവണതയെ എന്ത് ചെയ്തു? യേശു അതിനെ ഖണ്ഡിച്ചു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം അത് തന്നെയാണ് എൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. അതിനെ ഖണ്ഡിച്ചു. അന്നത്തെ ഒരു വ്യവസ്ഥിതിയായിരുന്നു അത്. കഴിഞ്ഞ തവണ ഞാൻ ജർമ്മനി പോയ സമയത്ത് അവിടെ ഒരു സിനഗോഗിൽ പോകാനായിട്ടിടയായിരുന്നു. സിനഗോഗ്, യഹൂദന്മാരുടെ പള്ളി എന്നൊക്കെ പറയും, യഹൂദന്മാരുടെ പള്ളി. അവിടെ പള്ളിയിൽ ചെന്ന് ഞങ്ങളത് കണ്ടു നോക്കി. അവിടെ പറഞ്ഞപ്പം അവിടെ അത് ഞങ്ങൾ കാണിച്ചു തന്ന ഒരാൾ, അതിൻ്റെയൊക്കെ കെയർ ടേക്കർ പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച ദിവസമാണ് അവിടുത്തെ ആരാധന, വെള്ളിയാഴ്ച വൈകുന്നേരം എന്ത് ചെയ്യും? അവിടുത്തെ പ്രധാന ശുശ്രൂഷകൻ വരും, വന്ന് ഒരു പ്രാർത്ഥനയ്ക്കുണ്ട്, ഒരുക്ക പ്രാർത്ഥനയ്ക്കുണ്ട്. പിറ്റേ ദിവസം ഞങ്ങൾ ആരാധനയെല്ലാം കഴിഞ്ഞ് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എവിടെയെല്ലാമാണ് താമസിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഏതാണ്ട് 180 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം ഈ ഉപദേശങ്ങളും പ്രവൃത്തികളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ബുദ്ധിമുട്ടുമില്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഞങ്ങളിങ്ങനെ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു നിയമമുണ്ട്. നിയമം എന്ന് പറയുന്നത് ഇത്ര കിലോമീറ്റർ കൂടുതൽ എന്ത് ചെയ്തില്ല, ശബത്തിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല. നടക്കാൻ പറ്റുന്ന ദൂരം അതാണ് ശബത്ത് ദൂരം എന്ന് വേദോസ്തത്തിൽ പറഞ്ഞു. ശബത്ത് ദൂരം എന്ന് പറയുന്നത് അതിനും പുറത്താണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ എനിക്കിവിടെ വന്നേ പറ്റത്തുള്ളൂ. വേറെയുള്ള ഏതെങ്കിലും സ്ഥലമുണ്ട്, അത് അതിനേക്കാളും ദൂരെയാണ്. എനിക്ക് ശബത്തിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. ശബത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തെ വന്ന് ആരാധിക്കണം, അല്ലേ? ശനിയാഴ്ച ദിവസം ആലയത്തിൽ വരണം. പക്ഷേ പ്രമാണം അനുസരിച്ച് എന്ത് ചെയ്യത്തില്ല, എനിക്ക് ഒരിക്കലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. കാരണം എന്താ? ഞാൻ ആ ശബത്ത് ദൂരത്തിനു വെളിയിലാണ് താമസം.
അപ്പം ഞങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത് എങ്ങനെയാണ്, ആ മറികടക്കുന്ന വിദ്യ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വണ്ടി മേടിച്ചു, എന്ത് ചെയ്തു, വണ്ടിയെ കയറി ഇങ്ങോട്ട് പോയി, നടക്കുന്നില്ല. അത് തെറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് അതിനത് വിഷമമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. കാരണം കാലാനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നു, അത് അന്നത്തെ ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞത്. കാരണം ഈ ആൾക്കാർക്ക് ചെല്ലാൻ പറ്റിയ ദൂരത്തായിരുന്നു ഈ ആലയങ്ങളെല്ലാം അല്ലെങ്കിൽ സിനഗോഗുകളെല്ലാം ഉണ്ടായിരുന്നത്. ഇന്ന് അത് മാറി. ഇന്ന് ഒരുപക്ഷെ ഒരു രാജ്യത്ത് തന്നെ ചിലപ്പോൾ ഒന്നേ കാണുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് അത് അപ്രായോഗികമാണ്. അതുകൊണ്ട് അതിനെ മറികടക്കാൻ എന്നാൽ നടക്കാതെ എന്ത് ചെയ്യുന്നു, അധ്വാനമായിട്ട് മാറാതെ സഞ്ചരിച്ചു വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെടുന്നതാണ് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം വണ്ടി വാങ്ങി, വണ്ടിക്ക് അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിക്ക് യാത്ര ചെയ്യാതെ എന്ത് ചെയ്യുന്നു, നടക്കാതെ അദ്ദേഹം അവിടെ വരുന്നു എന്ന് പറയുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ശബത്തിൽ നല്ല കാര്യം ചെയ്യണം അല്ലേ. ശബത്തിൽ വന്ന് ദൈവത്തെ നമ്മൾ ആരാധിക്കണം, മഹത്വപ്പെടുത്തണം, നല്ല കാര്യം ചെയ്യണം എന്ന് കർത്താവ് നമ്മളെ ഉപദേശിച്ചു. അതുവരെയുള്ള ആ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യുന്നു, അത് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നോമ്പ് കാലഘട്ടങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസേനയിലായിരിക്കുമ്പോൾ നോമ്പെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? വേദോസം പറയുന്നത് എപ്പോഴും ഉണ്ട്, ഇതാണ് നോമ്പ് അല്ലേ, ഇതാണ് നോമ്പ്, ഇതാണ് ഉപവാസം എന്ന് പറയുന്ന യെശയ്യാപ്രവചനത്തിലും മറ്റ് പ്രവചന പുസ്തകങ്ങളൊക്കെയും ധാരാളമായി നോമ്പിനെ ഖണ്ഡിച്ച് പറയുന്നതൊക്കെ കാണുവാൻ സാധിക്കും. നമ്മൾ സീസക്കാർ എത്ര നോമ്പാ? എന്നാ നമ്മുടെ നോമ്പ് തുടങ്ങുന്നത്? നമുക്ക് നോമ്പുണ്ടോ അല്ലേ? നമുക്ക് നോമ്പുണ്ടോ? നോമ്പ് സഭ ക്രമീകരിച്ചിരിക്കുന്നത് ദൈവജനം വായിക്കാനും പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക അവസരമായിട്ടാണ്. ചാമ്പൽ ബുധനാഴ്ച തൊട്ടാണ് നമ്മൾ നോമ്പ് ആരാധനകൾ തുടങ്ങുന്നത്. ഏതെങ്കിലും ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുകയോ അങ്ങനെ കാര്യങ്ങൾ, അതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു, വിട്ടിരിക്കുന്നു. അതിന് പ്രത്യേകമായിട്ട് സഭ എന്ത് ചെയ്യില്ല, നമ്മുടെ സഭ അതിന് ഉപദേശം കൊടുക്കുന്നില്ല. ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യണം, അവൻ ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം, ദൈവം അതിനനുസരിച്ച് അവൻ ജീവിക്കണം. അതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ചാമ്പൽ ബുധനാഴ്ച തൊട്ട് ഉയർപ്പ് ഞായറാഴ്ച വരെയുള്ള ദിവസമാണ് ഏതാണ്ട് 47 ദിവസം. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ 40 ദിവസം നോമ്പെന്നാണ് പറയുന്നത്. അത് ഈ ദിവസം, അത് ഇടയ്ക്കുള്ള ഞായറാഴ്ചകളെല്ലാം ഒഴിവാക്കിയാണ് അങ്ങനെ പറയുന്നത്. 50 നോമ്പ് 30 നോമ്പെന്ന് പറഞ്ഞാലും 50 നോമ്പ് അതിനകത്ത് വരുന്നില്ല. ചില സഭക്കാർ 50 നോമ്പാകാൻ വേണ്ടി ഞായറാഴ്ച തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തിങ്കൾ തൊട്ട് നോമ്പ് ആചരണമുണ്ട്. അതും സഭയുടെ ഓരോ ഉപദേശത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നോമ്പ് ആചരണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളാണ്. എന്നെ നിങ്ങളെയും രക്ഷിപ്പാൻ യേശു സഹിച്ച കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ക്രിസ്മസ് നമ്മൾ വളരെ ആഘോഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പിന്നീട് എന്ത് ചെയ്യുന്നില്ല, പിന്നീട് നമ്മൾ യാതൊന്നുമേ ആഘോഷമില്ല. പിന്നെ നമ്മൾ പള്ളി വരുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നല്ലാതെ വേറെ ആഘോഷമില്ല. ക്രൂശമരണത്തെക്കുറിച്ചും നമ്മൾ വലിയ വെള്ളിയാഴ്ച എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്രൂശീകരണത്തെക്കുറിച്ച് ഉണ്ട്, ഒരു ഉയർപ്പുമുണ്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ക്രൂശീകരണത്തിലൂടെ എന്താണ് യേശു നമുക്ക് നേടിത്തന്നത് എന്ന് അത് ഓരോ ദിവസവും എന്ന് പറയുന്ന പോലെ ഓരോ ദിവസവും നമ്മൾ അതിനെ ചിന്തിക്കാനും ധ്യാനിക്കാനുള്ള അവസരമാണ് അല്ലേ. നമ്മുടെ പാപത്തിന് വേണ്ടി നാം ശിക്ഷ ഏൽക്കുന്നതിന് പകരമായിട്ടാണ് ആര് ശിക്ഷയേറ്റത്? യേശു ശിക്ഷയേറ്റത്. അത് വിശ്വാസമാണ്. ആ വിശ്വാസം നമുക്ക് വരുമ്പോൾ അതെങ്ങനെയായിരുന്നു അത് നടപ്പായി പോയത്, അതിൻ്റെ സംഭവം എന്ത് ചെയ്യുന്നു വിവരിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണത്? അത് നമ്മുടെ മനസ്സിൽ കൂടെ എന്ത് ചെയ്യണം, കടന്നു പോകണം. നമ്മുടെ ചിന്താമണ്ഡലത്തിലൂടെ എന്ത് ചെയ്യണം, കടന്നു പോകണം. ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും ചിന്താമണ്ഡലത്തിൽ യേശു വന്ന്, യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ പ്രവൃത്തികൾ, യേശു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സഹിച്ച, എനിക്ക് വേണ്ടി അവൻ സഹിച്ചതായ കഷ്ടപ്പാടുകൾ, അത് ഓരോ വർഷവും എന്ത് ചെയ്യണം, ഓരോ വിശ്വാസികളുടെയും ഹൃദയത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. എങ്കിൽ മാത്രമേ യഥാർത്ഥപരമായ ഒരു ഭക്തിപരമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. ഓരോ യേശുവിൻ്റെ ജീവിതങ്ങളും പ്രത്യേകിച്ച് കഷ്ടാനുഭവം നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മളെ യേശുവിനോട് അടുക്കാനുള്ളൊരു അവസരമാക്കി തരും അല്ലേ. നോമ്പ് ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങളോടെ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, കഷ്ടാനുഭവം ആഴ്ച തുടങ്ങുകയാണ് അല്ലേ. 10 പ്രാർത്ഥനയോ അല്ലെങ്കിൽ പാഷം വീക്ക് തുടങ്ങുകയാണ്. പാഷം വീട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും വെളിയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായിട്ട് എന്ത് ചെയ്യണം, മാറണം. നമ്മുടെ ചിന്താഗതികളൊക്കെ എന്ത് ചെയ്യണം, പുതുതായിട്ട് വരണം. കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യണം, കാഴ്ചപ്പാടുകളൊക്കെയും പുതുതായിട്ട് തീരേണ്ടതാണ്. അതിനാണ് ഇത്. അത് പ്രാധാന്യത്തോടെ എന്ത് ചെയ്യും നമ്മൾ കാണും. അതിനെന്ത് ചെയ്യണം, വേദോസം എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകിച്ച് വായിക്കും. ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം, വായിക്കണം. എന്താണ് ക്രൂശീകരണം എന്ന് പറയുന്നത്, എന്താണ് അത് അങ്ങനെ സംഭവിച്ചത്?
പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തിൽ അതിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് തുടർന്നുള്ള ഓരോ അവസരങ്ങളിലും ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? യാഗം കഴിച്ചത്. ആയിരക്കണക്കിന് മൃഗങ്ങളെയാണ് യാഗം കഴിച്ചത്. 120,000 മൃഗങ്ങളെ യാഗം കഴിച്ചായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയാം. ചിന്തിക്കാൻ പറ്റുന്നില്ല അത്രയും യാഗം കഴിക്കുന്നതിനെ കുറിച്ച്. സലോമോൻ ദേവാലയത്തിനുള്ളിൽ അത് പറ്റാത്തതുകൊണ്ട് നടുത്തളം എന്ത് ചെയ്തു? അതിനുവേണ്ടി ശുദ്ധീകരിച്ചു, വേർതിരിച്ചു എന്നാണ് പറഞ്ഞത്. അവിടെയാണ് പിന്നെ എന്ത് ചെയ്ത് ഈ മൃഗങ്ങളെല്ലാം കൊണ്ടുവന്ന് യാഗം കഴിച്ചത്. പ്രത്യേകിച്ച് പാപയാഗത്തെക്കുറിച്ച് പറയുമ്പോൾ പാപം ചെയ്തൊരു വ്യക്തി എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് വർഷത്തിൽ നിശ്ചിത യാഗങ്ങൾ കഴിക്കണം. അതുകൂടാതെ ഏതെങ്കിലും ഒരു തെറ്റിലകപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണം? അവൻ ആ മൃഗത്തെ കൊണ്ടുവന്ന് മൃഗത്തിൻ്റെ തലമേൽ എന്ത് ചെയ്യണം? ആ വ്യക്തി ആരാണോ പാപം ഏറ്റു പറയുന്നത് ആ വ്യക്തി കൈവെക്കണം. കൈവെച്ചിട്ട് എന്ത് ചെയ്യും? കൈവെച്ച് ഒരു പ്രാഥമിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ മൃഗത്തെ എന്ത് ചെയ്യാണ്? മൃഗത്തെ കൊണ്ടുപോയി യാഗം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഞാൻ മരിക്കുന്നതിന് പകരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മൃഗം മരിച്ചിരിക്കും, യാഗമായി തീർന്നു. അത് തന്നെയാണ് ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി നേടിയത്. ഞാൻ മരിക്കുന്നതിന് പകരം യേശു എന്ത് ചെയ്തു? യേശു കാൽവറിയിൽ യാഗമായി പാപത്തിൻ്റെ ശിക്ഷ വഹിച്ചു. അത് നമ്മൾ ആ യേശുവിൻ്റെ അതേ കഷ്ടാനുഭവങ്ങളിലൂടെ മാനസിക ശാരീരിക പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്ന ചെയ്യാം. അത് നമ്മൾ ഭയങ്കരമുള്ള മാറ്റമുണ്ടാക്കും എന്നറിയാൻ യാതൊരു ശ്രമിച്ചു. അതിനാണ് നോമ്പിൻ്റെ അവസരം ഉണ്ടാകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തോട് ഒരു പടി കൂടെ അടുത്ത് ചെല്ലാനുള്ള അവസരമാണ് ഏത്? നോമ്പ് ആചരണങ്ങൾ എന്ന് പറയുന്നത്. ഇറച്ചി ഉപേക്ഷിച്ചതുകൊണ്ടോ, മീൻ ഉപേക്ഷിച്ചതുകൊണ്ടോ, പാല് ഉപേക്ഷിച്ചതുകൊണ്ടോ, മറ്റ് മൃഷ്ടാന്ന ഭോജനങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ടോ, ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചതുകൊണ്ടോ മാത്രം എന്താകുന്നില്ല? ഈ ഒരു ദൈവത്തോടുള്ള അടുപ്പ് ഉണ്ടാകത്തില്ല എന്ന് നാം മറന്നു പോകാൻ. അത് ഉപേക്ഷിച്ചാൽ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യും? നമ്മൾ ചില ആൾക്കാരുണ്ട് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നില്ല. എന്താ ചോറ് കഴിക്കാത്തേ? അതെ, ഡോക്ടർ പറഞ്ഞു ഇച്ചിരി വണ്ണം കുറയ്ക്കണം. അപ്പോൾ നോമ്പിന് ചേർന്നാണ് എന്ത് ചെയ്യാം? ആൾക്കാരോട് പറയാലോ, ഏത് നോമ്പാന്ന്. ഒരിക്കൽ ഭക്ഷണമാണ്. ഉദ്ദേശം എന്താ? കഴിക്കാനും ഉദ്ദേശിച്ചല്ലോ, വണ്ണം കുറയ്ക്കാൻ. ശരിയാ, നല്ലതാണ്. ശരീരമായിട്ട് നല്ലതാണ്. പിന്നെ കൊളസ്ട്രോളോ? ഈ ഇറച്ചി മീനൊക്കെ കുറച്ചാൽ എന്ത് ചെയ്യും? കൊളസ്ട്രോൾ നല്ല കുറവും. ശരീരമായിട്ട് അതിന് എന്തുണ്ട്? ഒത്തിരി ഗുണമുണ്ട്. അതിനെയൊന്നും വില കുറച്ച് കാണുന്നില്ല. പക്ഷെ അതിനുവേണ്ടി ആയിരിക്കരുത് എന്ത് ചെയ്യേണ്ടത്? നോമ്പ് എടുക്കണം. നോമ്പ് എന്തൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ദിവസം വായിക്കണം, പ്രാർത്ഥിക്കണം. അതിന് സാധാരണക്കാലം എന്ത് ചെയ്യണം? നമ്മൾ സമയം കൂടുതലെടുക്കണം. അത് നമ്മളെ എന്ത് ചെയ്യണം? അത് നമ്മളെ ദൈവത്തോട് കുറേശ്ശെ അടുപ്പിച്ചുകൊണ്ട് ആന്തരികമായി കുറെ കൂടെ അടുത്ത് വരുന്ന അനുഭവമാണ് തീർന്നത്. അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. അതിനാണ് ഈ യേശു എന്ത് ചെയ്ത് ഈ ക്രൂശീകരണം, ഈ ശിക്ഷ അനുഭവിച്ചത്. ദൈവം ആരാന്നാണ് നമ്മൾ വായിക്കുന്നത്? ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം. ദൈവം ആരാണ്? ദൈവം വിശുദ്ധനാണ്. അപ്പോൾ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആർക്ക് ആരാധിക്കാൻ പറ്റത്തുള്ളൂ? വിശുദ്ധന്മാർക്കാ പറ്റത്തുള്ളൂ. വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ വിശുദ്ധകളും എല്ലാവരും ചേർന്നാണ്, അല്ലേ? വിശുദ്ധർക്ക് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. ആ ചോദ്യം ഇതാണ്, നമ്മൾ വിശുദ്ധരാണോ? ആണോ? വേദോസം പറയുന്നു, നമ്മുടെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും എങ്ങനെയാണ് ഇരിക്കുന്നത്? കറവറേണ്ട വസ്ത്രം പോലെയാണ്. ഏറ്റവും നല്ല പ്രവൃത്തി പോലും കറവറേണ്ട വസ്ത്രം പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും, അല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പിന്നെ പറയണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, എന്നിട്ടും എനിക്ക് കൃപ ലഭിച്ചു എന്നാണ് അപ്പോസ്തലൻ അത് പറഞ്ഞു വരുന്നത്, അല്ലേ? അങ്ങനെ പറഞ്ഞാണെങ്കിൽ നമ്മൾ എന്തെല്ലാം കുഴപ്പങ്ങളാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? ഒരുപക്ഷെ കാണിക്കുന്നില്ലായിരിക്കാം നമ്മൾ ചെയ്തില്ലായിരിക്കാം നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്, അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. നമ്മളിവിടെ വന്ന് ഈ ആരാധനയെല്ലാം കഴിഞ്ഞ് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമായിരിക്കും? നോമ്പുകാലത്തൊരു ചിന്ത പറയുക. നമ്മളിവിടെ നിന്ന് ബിഷോപ്പം വന്ന് പ്രസംഗമൊക്കെ പറഞ്ഞു പോയി, ഇത് ദൈവത്തിന് ഇഷ്ടമായിരിക്കുമോ നമ്മൾ ഇന്ന് ആരാധിക്കുക? ആർക്കറിയാം?
ദൈവത്തിന് ഇഷ്ടമാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കും. എങ്കിൽ മാത്രമേ എന്തുള്ളൂ, നമ്മൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനെ ആരാധിച്ചാൽ ആ ദൈവത്തിന് എന്ത് തോന്നണം? ഒരു പ്രസാദം അല്ലേ? ദൈവത്തിനൊരു പ്രസാദം തോന്നണം, ദൈവപ്രസാദം ഉണ്ടാകണം അല്ലേ? ചോദ്യം ഇതാണ്, നമ്മൾ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി പള്ളി കയറി വന്ന് ഇവിടെ ഇരുന്ന് ദൈവത്തിന് പ്രസാദമാണോ? ദൈവത്തിന് പ്രസാദമാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളതാണ്. ഇഷ്ടമുള്ളതുമായിട്ട് വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിന് പ്രസാദമായിരിക്കും അല്ലേ? ശരി, നമ്മൾ കാരണന്മാരെയൊക്കെ കാണാൻ പോകും, മക്കൾ കാരണന്മാരെ കാണാൻ പോകും. പണ്ടത്തെ കാലത്താണ് അവർക്ക് ഇഷ്ടമുള്ള അപ്പവും കറികളൊക്കെ എന്ത് ചെയ്യും? ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് കൊടുക്കുമ്പം അപ്പ അമ്മേ ഇതാ അപ്പം ചൂട്ടത്, ഇറച്ചിയുണ്ട്, കോഴിക്കറച്ചിയുണ്ട്. അവരുടെ മുഖത്ത് എന്താ കാണാൻ സാധിക്കും? ചെറിയൊരു ചിരി കാണാം അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കൊണ്ടു ചെന്ന് അവർക്ക് എന്തായി? അവർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആ സമ്മാനത്തിൽ അവർക്ക് എന്ത് തോന്നി? ഇഷ്ടം. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഉടുപ്പ് മേടിച്ച് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് എന്തുണ്ട്? ഒരു സന്തോഷമുണ്ട് അല്ലേ? അതവർക്ക് എന്താണ്? അതവർക്ക് ഇഷ്ടമാണ്. അതവരെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. ഓക്കെ, പോട്ടെ. നിങ്ങൾക്കൊരു സാരി കിട്ടുവാണെങ്കിലോ, നിങ്ങൾ ഉദ്ദേശിച്ച കളറിൽ വിലയിൽ ഒരു സാരി കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? മുഖത്തൊരു പുഞ്ചിരി തോന്നും അല്ലേ? ഭർത്താവിനോടൊന്ന് പറയും, എന്നാ പറയും? ഇത്രയും എൻ്റെ ഭർത്താവ് പാവം മാറ്റാണ്, പാവം മാറ്റ് അല്ലേ? ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് അർപ്പിക്കപ്പെടുമ്പോൾ, നൽകുമ്പോൾ, സ്വീകരിക്കപ്പെടുമ്പോൾ, ലഭിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? നമുക്കൊരു സന്തോഷം തോന്നും. അങ്ങനെയെങ്കിൽ ഇവിടെ ആരുടെ സാന്നിധ്യമുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമാണ്. അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവ ആരാധനയ്ക്ക് വേണ്ടി സ്ഥലം വേർതിരിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുണ്ട്, ദൈവത്തിൻ്റെ ഹൃദയമുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളിവിടെ വന്നത് ദൈവം കണ്ടു അല്ലേ? അത് ദൈവത്തിന് ഇഷ്ടമായിരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. ഇഷ്ടമാകണം അല്ലേ? ഇഷ്ടമാകണമെങ്കിൽ നമ്മൾ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് ഈ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഈ ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അപ്പനും അമ്മയ്ക്കും പ്രായമുള്ളവർക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ഇഷ്ടമുള്ളത് എന്താണ്. അവർക്ക് അപ്പവും കോഴിയിറച്ചിയാണ് ഇഷ്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇഷ്ടം നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് മേടിച്ചു കൊടുത്തത് അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം, അവർക്ക് അവരുടെ കളറ്, അതെല്ലാം അവർക്കറിയാം. നമ്മുടെ ഉടുപ്പ് അല്ലേ, അത് നമുക്കറിയാം. കുഞ്ഞിൻ്റെ ഇഷ്ടം നമുക്കറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് മേടിച്ചു കൊടുക്കും. അതാണ് അവർക്ക് പ്രസാദമാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? ഈ ദൈവത്തിൻ്റെ ഇഷ്ടം വേറെ ഒന്നുമല്ല, നമ്മുടെ ശുദ്ധീകരണം എന്നാണ് വേദവസ്വം പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നോമ്പ് കാലത്ത് നമ്മൾ ആർജിക്കേണ്ടതും അത് തന്നെയാണ്. നോമ്പ് കാലത്ത് നമ്മൾ ആർജിക്കേണ്ടതും അത് തന്നെയാണ്. എങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം, ആദ്യത്തെ ചോദ്യം, നമ്മളിവിടെ വന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. ഇഷ്ടമാണെങ്കിൽ എന്താണ്? നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കും അല്ലേ? നമ്മൾ വിശുദ്ധരായിരിക്കും, നമ്മൾ കളങ്കമില്ലാത്തവരായിരിക്കണം, ദൈവത്തെ പോലെ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നാടുനീളെല്ലാം നടന്ന് കഴിഞ്ഞ 6 ദിവസം നമ്മൾ പലവിധമായ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടു, പലവിധമായ സംസാരങ്ങൾ സംസാരിച്ചു, വേണ്ടതും വേണ്ടാത്ത എല്ലാം എന്ത് ചെയ്തു? നമ്മൾ വീട്ടിലും നാട്ടിലെല്ലാം പറഞ്ഞ് നടന്നു അല്ലേ? വന്നിരിക്കുകയാണ് 7-ാം ദിവസം. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമായിരിക്കും. അപ്പം അതിനാണ് സഭ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ വരുമ്പോൾ ആരാണ് ആദ്യത്തെ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്? ഒരു പാപമേറ്റു പറച്ചിൽ പ്രാർത്ഥന. എന്താണ്? ഒരു പാപമേറ്റു പറച്ചിൽ പ്രാർത്ഥന. ശ്രദ്ധിക്കണം, CSI ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്, പാപമേറ്റു പറച്ചിൽ പ്രാർത്ഥന. ഇന്ന് ആരെങ്കിലും പാപമേറ്റു പറഞ്ഞു? പ്രാർത്ഥന കഴിഞ്ഞു. പാപമേറ്റു പറഞ്ഞ പ്രാർത്ഥന കഴിഞ്ഞു. ആരെങ്കിലും പാപമേറ്റു പറഞ്ഞോ? അതെപ്പോഴാണ്? പാപമേറ്റു പറഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി ആരാധനയുള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ എങ്ങോട്ട് വരികയാണ്? വിശുദ്ധ സംസർഗത്തിന് വരികയാണ് അല്ലേ? വിശുദ്ധ സംസർഗത്തെക്കുറിച്ച് ആരാധന പുസ്തകം എഴുതിയിരിക്കുന്നത് വിശുദ്ധ വസ്തുക്കൾ ആർക്കാ? വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. പാപമേറ്റു പറയാത്തവൻ വിശുദ്ധനായിരിക്കുമോ വിശുദ്ധയായിരിക്കുമോ? നമ്മൾ സ്വയം ചിന്തിക്കാൻ വേണ്ടി പറയാം, ഉത്തരം പറയാൻ വേണ്ടി പറയാമല്ലോ. സ്വയം ചിന്തിക്കുക. ഓക്കെ, ആരാധന എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നോമ്പ് കാലങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി കുറേ കൂടെ എന്ത് ചെയ്യുന്നു? കുറേ കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി ഏറ്റ കഷ്ടപ്പാട് ധ്യാനിക്കുമ്പോൾ
അതെനിക്ക് വേണ്ടി, ദൈവമേ നീ എനിക്ക് വേണ്ടിയാണല്ലോ അടികൊണ്ടത്, നീ എനിക്ക് വേണ്ടിയാണ് കാൽകരങ്ങളിൽ എന്ത് ചെയ്ത് ആണി തറയ്ക്കപ്പെട്ടത്, നീ എനിക്ക് വേണ്ടിയാകുന്നുവല്ലോ ആ നിന്ദകൾ ഏറ്റത്, നിന്റെ മുഖത്ത് തുപ്പിയത് അതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നല്ലോ തുപ്പലേറ്റത്, മുഖത്തെ താടിരോമങ്ങൾ പിച്ചിപ്പറിച്ചപ്പോൾ അതെല്ലാം എനിക്ക് വേണ്ടിയായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ദൈവത്തോട് കൂടുതൽ നമ്മൾ അടുത്തെടുത്തത്. അതിനാൽ ഞാൻ എന്ത് ചെയ്യുന്നു, അത് എന്തിനു വേണ്ടി സഹിച്ചോ ആ വഴികളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് ഇഷ്ടമായി തോന്നും എന്നുള്ള കാര്യം സംശയം. അതുകൊണ്ട് നോമ്പ് അവസരങ്ങളിൽ പ്രത്യേകമായി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥനകൾക്ക്, വേദവസ്തു വായനയ്ക്ക് പ്രത്യേകമായ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം, വേദവസ്തം വായിക്കാൻ അവരോട് പറയാം. വീട്ടിൽ സന്ധ്യാസമയത്ത് എന്ത് ചെയ്യണം, പാട്ടും പ്രാർത്ഥനയും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പാട്ടും പ്രാർത്ഥനയും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. നോമ്പ് കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ഉണ്ടായിരിക്കണം. നോമ്പിൽ പ്രത്യേകമായിട്ടും ഉണ്ടായിരിക്കണം. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന ഒരിക്കലും നമ്മൾ മറക്കരുത്. പാട്ട് ദൈവത്തെ സ്തുതിക്കണം, അല്ലേ? ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ വായിൽ നിന്നും നമ്മുടെ ഭവനത്തിൽ നിന്നും എന്ത് ചെയ്യണം, ഉയരണം. ദൈവാനുഗ്രഹം അവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. അതിന് കൂടുതൽ ആക്കം കൂട്ടുവാൻ, വന്നുപോയ വീഴ്ചകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാനുള്ളൊരു അവസരമായി ഈ നോമ്പ് അവസരങ്ങൾ തീരട്ടെ. നമ്മളെ കാണുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇസ്രായേൽ മക്കൾ അന്ന് ആരാധിച്ച ആ അതിവിശുദ്ധനായ ദൈവത്തെ തന്നെയാണ് ക്രിസ്തുവിലൂടെ, യേശുവിലൂടെ നാമും ആരാധിക്കുന്നത്. കൊണ്ട് മാനദണ്ഡം ഒന്ന് തന്നെ. ആ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാൻ ഒരേ ഒരു മാനദണ്ഡം, വിശുദ്ധി. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ആ ആരാധനയിലും പ്രധാനപ്പെട്ട സംഗതി തന്നെ വിശുദ്ധി തന്നെ. അത് ക്രിസ്തുവിലൂടെ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം ധ്യാനിച്ച് ശുദ്ധിയുള്ളവരായി, ഭക്തന്മാരായി, വിശുദ്ധരായി, ദൈവത്തിന് പ്രസാദമുള്ള ആൾക്കാരെ നമുക്ക് ജീവിക്കാം. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ അതിനിടമേ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാണ്. ഇപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.